നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് റിയൽ ആയിട്ടുള്ള മലയാളി ഫോളോവേഴ്സ് ആണോ വേണ്ടത് എങ്കിൽ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ മുഴുവനായി കാണാം. ഈ വീഡിയോയിൽ ഒരിക്കലും ഒരു ടീമിന്റെ DP ഇടുന്നതിനെ പറ്റി ഒരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഉപയോഗിച്ച് ഒന്നുമല്ല, ബോട്ട് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഒന്നുമല്ല, റിയൽ ആയിട്ടുള്ള മലയാളി ഫോളോവേഴ്സ് ആണ് വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ പറയുന്ന ഒരേ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു ഹാഷ്ടാഗിനെ പറ്റി, അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തമായിട്ട് വർക്ക് ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും പലതും റിലേറ്റഡ് ആയി തോന്നും, അതായത് നമ്മൾ മുന്നിട്ടിട്ടുള്ള വീഡിയോ പോലെ തോന്നും. അപ്പം ചിലർക്ക് പറയാം ഇത് പണ്ടോട്ടേ എനിക്ക് അറിയാവുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ നമുക്ക് ഫോളോവേഴ്സിനെ കയറ്റണോ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഫോളോ ചെയ്തും അങ്ങനത്തെ ഹാഷ്ടാഗ് ഒക്കെ ഉപയോഗിച്ച് തന്നെ കയറ്റാൻ പറ്റുള്ളൂ. അത് എത്ര പണ്ടത്തെ ആണെങ്കിലും പുതിയതാണെങ്കിലും അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങളാണ് നമുക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചാനലിനകത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് പല കണ്ടന്റുകളും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്ന കാര്യങ്ങൾ തൊട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ചാനലിൽ പറയുന്ന ഒരേ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ എങ്ങനെയാണോ കിട്ടിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഈ വീഡിയോ കാണുക, മുഴുവനായും കാണുക, ഈ വീഡിയോ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു അക്കൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് അതേ സമയത്ത് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഫോളോവേഴ്സ് ഇങ്ങനെ മേലെ മേലെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാണ്. ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് നമുക്ക് എങ്ങനെ സ്റ്റോറി വ്യൂസും അതേപോലെ തന്നെ ഫോളോവേഴ്സ് ഒക്കെ എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് എൻഗേജ്മെന്റ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാം. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആശിഷ് ജോൺ എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിലേക്ക് വരിക. ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ പോസ്റ്റിലേക്ക് പോവുക, ഈ റീൽ വീഡിയോ പോസ്റ്റിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും 15 ഹാഷ് എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ആ പോസ്റ്റിന്റെ അടിയിൽ കിടപ്പുണ്ട്. ആ ഹാഷ്ടാഗിൽ കയറുക, ആ ഹാഷ്ടാഗിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ. അപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി ആ ഹാഷ്ടാഗ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഈ ഹാഷ്ടാഗിനെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക. നമ്മളെങ്കിലും ഒരു പോസ്റ്റ് എടുക്കുക, എഡിറ്റ് കൊടുക്കുക, ഏതെങ്കിലും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ആയാലും മതി. അതിനുശേഷം 15 ഹാഷ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിങ്ങനെ സെലക്ട് ചെയ്യാൻ മേലെ നിന്ന്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. അത്രയും ചെയ്തിട്ട് നമ്മൾ നേരെ പോകേണ്ടത് സ്റ്റോറിയിലേക്കാണ്. നമുക്ക് നമ്മുടെ അക്കൗണ്ടിന്റെ സ്റ്റോറി എടുക്കാം. മാക്സിമം നമുക്ക് സ്റ്റോറി ഇല്ലാത്ത സമയത്താണ് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പൊ ഒരു സ്റ്റോറി മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല, 1 or 2 സ്റ്റോറി ഉള്ളൂ, മൂന്നാമത്തെ സ്റ്റോറി ആയിട്ടാണ് ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മൾ ഇടേണ്ട സ്റ്റോറി എന്താണെന്ന് കറക്റ്റ് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ എടുക്കുക. അപ്പൊ ഞാനിപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് കോഹ്ലിനെയും ധോണിനെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ പോളായിട്ട് ഞാനിങ്ങനെ സ്റ്റിക്കറിൽ നിന്ന് ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചിട്ടാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പത്തുള്ള വീഡിയോയിലൊക്കെ ഈ പോളിന്റെ കാര്യം പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു കാര്യം, പോള് നമ്മൾ ഇട്ടിട്ട് നമ്മുടെ സ്റ്റോറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം 50 സ്റ്റോറി വ്യൂസ് കിട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 70-75 സ്റ്റോറി വ്യൂസ് ആയി മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്കിപ്പോൾ ഒരു 100 സ്റ്റോറി വ്യൂസ് കിട്ടുന്ന ആളാണെങ്കിൽ അതൊരു 150ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ ഈ പോൾ ഇടുന്ന സ്റ്റോറികൾക്ക്. അല്ലെങ്കിൽ ഒരു 200 കിട്ടുന്ന ആളാണെങ്കിൽ ഒരു 300 ആയിട്ടുണ്ടാവും. 800 കിട്ടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 1000ന്റെ മേലെ പോകും. അപ്പം നിങ്ങൾക്ക് ഉറപ്പാണ് ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇടേണ്ടത്. ആദ്യം തന്നെ പറഞ്ഞിരുന്നു 2 സ്റ്റോറികൾ ഇട്ടാലാണ് നമ്മുടെ ഫോളോവേഴ്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അതിന് സ്റ്റോറി വ്യൂസും എൻഗേജ്മെന്റും ഫോളോവേഴ്സും കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാന്നുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എഡിറ്റ് പ്രൊഫൈലിലേക്ക് വരിക. എഡിറ്റ് പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും പേരിന്റെ മുമ്പിൽ ഈ ഹാഷ് ലവ് എന്നുള്ള സിമ്പിൾ ഇല്ലെങ്കിൽ നെയിം എന്നുള്ളതിന്റെ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹാഷ് ലവ് എന്നുള്ള സിമ്പിൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മസ്റ്റ് ആണ്, നമ്മൾ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്കോട്ടേക്ക് വരിക. അപ്പൊ ഈ ഓൾറെഡി ഈ അക്കൗണ്ടിൽ ആ പേരുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും സെർച്ച് ബാറിലേക്ക് വരിക. ഈ ആശിഷ് ജോൺ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരിക. അതിനുശേഷം നിങ്ങൾ ഈ അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്യുക. അതിനുശേഷം ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഈ അക്കൗണ്ടിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് വരാൻ നേരത്ത് നമ്മളെ പോലെ തന്നെ ഹാഷ് ലവ് സിമ്പിൾ ഇട്ടേക്കുന്ന കുറച്ച് അക്കൗണ്ടുകൾ ഈ അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഹാഷ് ലവ് സിമ്പിൾ ഉള്ള അക്കൗണ്ടുകളെ മാത്രം, അങ്ങനെ ഹാഷ് ലവ് സിമ്പിളുകൾ ഇട്ടേക്കുന്ന അക്കൗണ്ടുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ടേക്ക് കയറി നമ്മൾ ജസ്റ്റ് ഫോളോ കൊടുക്കുക. നമ്മളൊരു 30 പേരെ നമ്മൾ പയ്യെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഹാഷ് ലവ് സിമ്പിൾ ഉള്ള 30 പേരെ നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഇനി നമ്മളിങ്ങനെ ഫോളോ ചെയ്തതിന് ശേഷം ഇനിയാണ് ഏറ്റവും, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഫോളോ ചെയ്ത അക്കൗണ്ടുകളിലേക്ക് നമ്മൾ കയറുക. അങ്ങനെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഒരു 3-4 ഫോട്ടോകൾക്ക് നമ്മൾ ലൈക്ക് കൊടുക്കുക. ഇത് ഇടുന്ന കാര്യമാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ഒരു ഹാഷ്ടാഗിനെ നമ്മൾ ഫോളോ ചെയ്തായിരുന്നു, 15 ഹാഷ് എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗിനെ. അതേ കമന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര പേരെ ഫോളോ ചെയ്യുന്നോ, അതായത് 30 പേരെയാണ് നമ്മൾ ഹാഷ് ലവ് ഇട്ടേക്കുന്ന ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അത് ഒരു ദിവസം ആകെ 30 പേരെ ചെയ്താൽ മതി, നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഓരോരുത്തരുടെ 5 പോസ്റ്റുകൾക്ക് നമ്മൾ ലൈക്ക് കൊടുക്കുക. 15 ഹാഷ് എന്ന് പറഞ്ഞ ഈ കമന്റും ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക.